ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നവവിധ ഭക്തിയെ പറ്റിയാണ്. നവവിധ ഭക്തി എന്ന് പറഞ്ഞാൽ 9 തരത്തിൽ നമുക്ക് ഭഗവാനെ ഉപാസിക്കാം. ഏതാണ് ഈ 9 തരത്തിലുള്ള ഭക്തി എന്ന് നമുക്ക് നോക്കിയാലോ? അപ്പൊ നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലേക്ക് പോവുകയാണെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിലെ പ്രഹ്ലാദ് മഹാരാജാവാണ് ഈ ഈ പറയുന്ന ഈ നവവിധ ഭക്തിയെ പറ്റി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ശ്രീമദ് ഭാഗവതത്തിലെ 7-ാമത്തെ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 23, 24 ശ്ലോകങ്ങളിലായിട്ടാണ് ഇത് പറഞ്ഞു തന്നിരിക്കുന്നത്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം. അങ്ങനെ 9 തരത്തിലുള്ള ഭക്തി. അതിൽ ആദ്യത്തേത് തന്നെ ശ്രവണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മൾ ഭഗവാനെ പറ്റി ശ്രവിക്കുക, ഭഗവാന്റെ നാമം ശ്രവിക്കുക, കേൾക്കുക. കാര്യം ഈ ചെവിയാണ് നമ്മളുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന പരമാത്മാവിലേക്കുള്ള കവാടം. അപ്പം നമ്മള് ഭഗവാനെ പറ്റി ശ്രവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ ജപിക്കുന്ന നാമം തന്നെ നമ്മൾ കേൾക്കുക. അപ്പൊ അതിന് പറ്റിയ ഏറ്റവും ഉദാഹരണം ഭാഗവത്തിൽ നിന്നുള്ളത് പരീക്ഷിത് മഹാരാജാവാണ്. ഈ 7 ദിവസം അദ്ദേഹം ഭാഗവതം മുഴുവൻ കേട്ടു. രണ്ടാമത്തേത് കീർത്തനം, അതായത് നമ്മൾ ഭഗവാനെ പറ്റി ജപിക്കുക, ഹരിനാമം ജപിക്കുക, ഭഗവാനെ പറ്റി പറയുക, ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത ഇത് പഠിക്കുക. ഇതെല്ലാം ഈ പറയുന്ന ആ, കീർത്തനത്തിലുണ്ട്. ആ കീർത്തനത്തിൽ നമ്മൾ ഉദാഹരണം വേറെ ആരുമല്ല, സുഖദേവ് ഗോസ്വാമി, ശ്രീ സുഖബ്രഹ്മർഷിയാണ് ഈ കീർത്തനത്തിന് നമ്മളുടെ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം. അടുത്തത് വിഷ്ണു സ്മരണം. വിഷ്ണു സ്മരണം എന്ന് പറഞ്ഞാൽ ഭഗവാനെ പറ്റി സദാ നമ്മൾ സ്മരിക്കുക. ഭഗവാന്റെ ലീലാസ്മരണമാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അങ്ങനെ അതിന് ഉദാഹരണം എടുത്തു നോക്കുകയാണെങ്കിൽ പ്രഹ്ലാദ് മഹാരാജാവ്, അതുപോലെ തന്നെ നമ്മളുടെ ഗജേന്ദ്രൻ, ഇവർ രണ്ടുപേരുമാണ് അതിന്റെ ഉദാഹരണമായിട്ട് പറയുന്നത്. ഇനി അടുത്തത് ആരാണ്? വിഷ്ണു സ്മരണം, അതുപോലെ തന്നെ പാദസേവനം. പാദസേവനത്തിന് ആരാണ് ഏറ്റവും പ്രധാനപ്പെട്ട? നമുക്കറിയാം, ലക്ഷ്മി ദേവി സദാ ഭഗവാന്റെ പാദം ഇങ്ങനെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അത്രയും വലിയൊരു ഉദാഹരണമില്ല. പിന്നെ അടുത്തത് അർച്ചനം. അർച്ചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ നമുക്ക് പുഷ്പങ്ങളിട്ട് അർച്ചിക്കാം, ആരതി ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് തരത്തിൽ അർച്ചനത്തിന് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ചെയ്യുവാണെങ്കിൽ അതാണ് അർച്ചനം. അപ്പൊ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ ആകാം. അപ്പൊ ഭാഗവത്തിൽ നിന്ന് പറയുന്ന ഉദാഹരണം പൃഥു മഹാരാജാവാണ്. അദ്ദേഹം 99 അശ്വമേധ യാഗം നടത്തി. ഏകോന ശതക്രതു എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പിന്നെ അടുത്തത് അർച്ചനം, വന്ദനം. വന്ദനം ആരാണ്? നമുക്കറിയാം, ഭഗവാനെ സദാ വന്ദിക്കുക, വണങ്ങുക, ദണ്ഡ നമസ്കാരം ചെയ്യുക. ഇതൊക്കെ വന്ദനത്തിന്റെ ഉദാഹരണമായിട്ട് പറയുന്നത് അക്രൂർജിയാണ്. അപ്പൊ അക്രൂരൻ മധുരയിൽ നിന്ന് കൃഷ്ണബലരാമന്മാരെ നല്ല യുദ്ധത്തിന് കംസൻ വിളിപ്പിച്ചിരുന്നു. അപ്പൊ വൃന്ദാവനത്തിൽ നിന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് അങ്ങോട്ട് പോയ സമയത്ത് തന്നെ ഭഗവാന്റെ പാദ സ്പർശമേറ്റ സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം ദണ്ഡവത് നമസ്കാരം ചെയ്യുകയായിരുന്നു. അപ്പൊ അർച്ചനം, വന്ദനം, ദാസ്യം. ദാസ്യത്തിന് വേറെ ഒരു ഉദാഹരണം പറയാനില്ല. ശ്രീരാമചന്ദ്ര ഭഗവാനെ സദാ സേവകനായിട്ട് സേവിക്കുവായിരുന്നു, ദാസ്യഭാവത്തിൽ സേവിക്കുവായിരുന്നു ഹനുമാൻജി. അപ്പൊ അദ്ദേഹത്തിനോടും പറ്റിയ ഉദാഹരണം വേറെയില്ല. പിന്നെ അടുത്തത് ദാസ്യം, സാഖ്യം. ഭഗവാന്റെ സുഹൃത്തായിരുന്ന് ഭഗവാനെ സേവിക്കുക. അപ്പൊ അർജുനനുണ്ട്, സുദാമയുണ്ട്, മധുമങ്ങളുണ്ട്. അങ്ങനെ എല്ലാ ഗോപന്മാരും ഭഗവാന്റെ നോട് സാഖ്യഭാവത്തിലായിരുന്നു അസോസിയേറ്റ് ചെയ്തിരുന്നത്. പിന്നെ അടുത്തത് സാഖ്യം, എല്ലാ ഗോപന്മാരും, അതുപോലെ തന്നെ ഈ പറയുന്ന അർജുനനും. പിന്നെ അടുത്തത് സാഖ്യം, ദാസ്യം, ആത്മനിവേദനം. അപ്പൊ അവസാനത്തേത് പറയുന്നത് ആത്മനിവേദനമാണ്. അപ്പൊ ആത്മനിവേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരീരവും മനസ്സും, BMW എന്ന് പറയും, ശരീരവും മനസ്സും ആത്മാവും ഭഗവാനിൽ സമർപ്പിക്കുക. ശരീരവും മനസ്സും ഇത് എങ്ങനെ സമർപ്പിക്കാൻ പറ്റും ഒരാൾക്ക്? അതായത് നമുക്കറിയാം, മഹാബലി അല്ലെങ്കിൽ ബലി മഹാരാജാവ് അദ്ദേഹത്തിന്റെ എല്ലാ അഹങ്കാരങ്ങളും സർവ്വതും ഭഗവാനിൽ സമർപ്പിച്ച് അദ്ദേഹം കീഴടങ്ങി. അപ്പം അതാണ് ആത്മനിവേദനത്തിന് ഏറ്റവും പറ്റിയ ഉദാഹരണം. ഇതെല്ലാം കൂടി ഈ 9 ഭക്തിയും കൂടെ പൂർണ്ണമായിട്ടും തികഞ്ഞ ഒരു വ്യക്തിയുണ്ട്. ആരാണെന്ന് അറിയാമോ? വേറെ ആരുമല്ല, അംബരീഷ് മഹാരാജാവ്. ഇതിലെല്ലാം ഒരേ ഈ 9 ഭക്തിയിലും ഏറ്റവും മികവ് കാണിച്ച ഒരു വ്യക്തിയായിരുന്നു അംബരീഷ് മഹാരാജാവ്. നമ്മൾ അദ്ദേഹത്തെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന 9 ഭക്തിയിൽ ഏതാണ് കൂടുതൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതെന്ന് അത് ഒരു ഗുരുവിന്റെ സഹായത്താൽ തിരഞ്ഞെടുത്ത് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് സദാ ഭഗവാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനും
ശ്രമിക്കുക. അങ്ങനെ ഈ കലിയുഗ ദുഃഖ ദുരിത ദോഷങ്ങളിൽ നിന്നൊക്കെ ഭഗവാന്റെ നാമം സ്മരിച്ച് ഭഗവാനിലേക്ക് എത്താനായിട്ട് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.